ജനകീയ കൂട്ടായ്മയുടെ പ്രതിഷേധം പഠിച്ചില്ലെങ്കിൽ സമരം ഞങ്ങൾ നിവാസികളെ വിളിച്ചിട്ടുള്ള മറ്റ് നിരവധിയുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനത്തിലേർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം സ്വാഗതം പറയാനായിട്ട് സീരിയസ് പ്രസിഡന്റ് സുമൻ കല്ലപ്പള്ളി. പുളിയൻമലയുടെ നിവാസികളെ, നമ്മൾ ഇത്രയും പേരും കഴിഞ്ഞ ഒരു 5-ാം തീയതിയോടുകൂടി നമ്മൾ ഇവിടെ ഒന്ന് കൂടിയിരുന്നു പുളിയൻമല സ്കൂളിലായിട്ട്. നമ്മുടെ ഈ പരിപാടിയുടെയും കുടുംബ നടക്കുന്ന പ്രശ്നങ്ങൾ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും ഉള്ള സ്ത്രീകളെ കൊണ്ട് ഉള്ളിടത്തോളം ഫൈനാൻസ് പഠിപ്പിച്ച് ശനിയാഴ്ച ആകുമ്പോൾ ഈ കാശ് ചോദിക്കുമ്പോൾ മദ്യമെതിരെയുള്ള അധ്യക്ഷയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ചെല്ലി സേവനെ ഞാൻ ഈ വ്യക്തിഗതം തന്നെ ഉദ്ഘാടനം ചെയ്യുവാനെത്തിയിരിക്കുന്ന വിജയകുമാർ സാറ് ഉടുമഞ്ചല എക്സൈസ് സാറാണ്. സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ CPM ലോക്കൽ സെക്രട്ടറി രാജേന്ദ്രൻ സഹാവ് എത്തിയിട്ടുണ്ട്. സഹാവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജഗദീഷ് ആറുമുഖം നമ്മുടെ മുൻ പഞ്ചായത്ത് മെമ്പറാണ്, എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ചും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മെമ്പറിനെ ജഗദീശൻ ആറുമുഖത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ബിജു ജോസഫ് നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റാണ്. ബിജു ജോസഫിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സതീഷ് സി വിജയൻ പുളിയൻമല സെൻട്രൽ സെക്രട്ടറിയാണ്. സതീഷിനെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ മര്യാകൃഷ്ണൻ സീരീസിന്റെ മെമ്പറാണ്. മര്യാകൃഷ്ണനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രാജീവ് സിജു ADSന്റെ സെക്രട്ടറിയാണ്. രാജീവ് സിജുവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിലെല്ലാം ഉപരി നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഒരു ചാനൽ നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സുരേഷ് സുരേഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇതിനായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഇന്ന് പണിയൊക്കെ ഉള്ളവരാണ്. എല്ലാ കാര്യത്തിലും മാറ്റി വെച്ച് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ എന്നുള്ള ഉറച്ച തീരുമാനത്തോടെയാണ്. ലഹരിവിമുക്ത പുളിയൻമല എന്നുള്ള ഈ ഒരു മഹത്തായ സംരംഭത്തിന് തുടർന്നു കുറിച്ച ഈ ഒരു പരിപാടിക്ക് ആദ്യം തന്നെ എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുന്നു.
മദ്യപാനം എന്നുള്ളത് ഉദ്ദേശിച്ച് മാറ്റാനോ പറ്റുന്ന ഒരു ചെറിയ സംഗതിയല്ല. അത് ചികിത്സിച്ച് തന്നെ മാറ്റേണ്ട കാര്യങ്ങളാണ്. ഇതിന് അഡിക്റ്റ് ആയി പോയവരെ നമ്മൾ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത്. എന്നിരുന്നാലും പുളിയമല പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിന്റെ ഈ ഒരു വലിയ പ്രശ്നം പുളിയമലയെ ലഹരി മുക്തമാക്കുക എന്നുള്ള അല്ലെങ്കിൽ മദ്യമുക്തമാക്കുക എന്നുള്ള ആ യത്നം തുടങ്ങി വെച്ചത് കക്ഷി രാഷ്ട്രീയ മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനകത്ത് അനുകൂല നിലപാടെടുക്കുന്നു എന്നതിന് നമുക്ക് സന്തോഷമുണ്ട്. എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധമായ പിന്തുണയും സഹകരണങ്ങളും നമ്മൾ തീർച്ചയായിട്ടും നൽകുന്നതാണ്. പോലീസുമായിട്ടും ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്രയും നമ്മൾ ചെയ്തു തരുന്നതാണ്. ഇവിടെ നിങ്ങളും ഞങ്ങളും എന്നുള്ള വേർതിരിവ് ഇല്ലാതെ നമ്മൾ എന്ന ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഫലത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ പ്രത്യേക കാലാവസ്ഥയും ഇത് പങ്കെടുക്കാൻ വന്ന നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോൾ അറിയാം നിങ്ങൾ അതിന് എന്തുമാത്രം അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. വീട്ടമ്മമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എല്ലാവിധമായ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഉദ്ഘാടന ജില്ലാ ലഹരിമുക്ത പുളിയമല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ പ്രകടനത്തിനും ഈ സമര പരിപാടിക്കും നേതൃത്വം കൊടുക്കുന്ന വണ്ടമേട് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷെമി സേഹർ, സ്വാഗതം ആശംസ സുമ അംഗത്തങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ, ബഹുമാനിയായ ഇൻസ്പെക്ടർ എൻസിസി ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ വിജയൻ സാർ, ഈ സമരത്തിന് ചുക്കാൻ പിടിച്ച വിവിധ സംഘങ്ങളുടെ വനിതാ പ്രാതിനിധ്യം കൊണ്ടുള്ള എല്ലാ സഹോദര സഹോദരികൾക്കും ഞാൻ പറഞ്ഞു വരുന്നത് എന്നല്ല, നമ്മുടെ രാജ്യത്ത് മദ്യം കഴിക്കണമെന്ന് ആർക്കും പറയാൻ അവകാശമില്ല. എന്നാൽ നേരെ തിരിച്ച് മദ്യം വിൽക്കാൻ പറ്റത്തില്ലെന്ന് പറയാനും അവകാശമില്ല. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് താമസിക്കുന്ന പ്രദേശത്തിൽ കുടിൽ വ്യവസായമായി നടത്താൻ പാടില്ലെന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പ്രതിഷേധിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു കൂലിപ്പണിക്കാരൻ ആഴ്ചതോറും പണിയെടുത്ത് അവന്റെ അധ്വാനം മുഴുവനും കണ്ണുകാവൻ നിൽക്കുന്ന മദ്യം ലോപിക്കുകയാണ് നിൽക്കുന്നത്. അവന്റെ ഒരു കുടുംബം സന്തോഷമാകുമ്പോൾ ബാക്കി വന്ന 100ഓളം കുടുംബക്കാരൻ ദുഃഖിതരാകുകയാണ്. ഇതിനോടാണ് ഞങ്ങൾക്ക് എതിരുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി ആലോചിച്ചിട്ട് ജനങ്ങളുടെ ദുരിതാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരപരിപാടിക്ക് ഞങ്ങൾ മുതിർന്നത്. ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ഒരു സഹോദരി സ്വാഗതം പറഞ്ഞപ്പോൾ പറയുന്നത് ഓട്ടോക്കാരെ വിസ്മരിച്ച് ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? ശരിയല്ലേ? പോകുന്നവർക്ക് അവരെ കൂടെ കൂട്ടാക്കുമായിരിക്കും ആ ഓട്ടോക്കാരൻ. അതാണ് അവർക്ക് പേടി. എന്ന് പറഞ്ഞാൽ പുറകിൽ മദ്യപിച്ചുകൊണ്ട് ഫ്രണ്ടിൽ യാത്രക്കാരുണ്ട്. ഇത് ഞങ്ങളെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി, ഇത് അധികാരത്തെ മുന്നിൽ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സ്ത്രീകളായിട്ടുള്ളവരും നല്ലവരായ നാട്ടുകാരും ഞങ്ങളെ സമീപിക്കുമ്പോൾ അതിന് പരിഹാരം നമുക്ക് നേരിട്ട് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റിയല്ല, ഒരു കൂട്ടായ്മയോടുകൂടിയാണ് നമുക്ക് ഈ പരിഹാരത്തിന് വിജയമാകാൻ പറ്റും എന്നൊരു ഉദ്ദേശത്തിലാണ് ഇന്ന് ഇതുപോലൊരു പ്രകടനവും 5-ാം തീയതി 150ഓളം സ്ത്രീകളെ പങ്കെടുക്കുന്ന ഒരു ക്ലാസും നയിച്ചിട്ടുണ്ട്. ഈ ക്ലാസും ഈ പ്രകടനവും ഈ മദ്യ വിൽപ്പന ലോബിക്കെതിരെയാണ്, മദ്യപാനിക്കെതിരെയല്ല എന്നതിനെ ഉറച്ചു പറഞ്ഞുകൊണ്ടും ഇതിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നതും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള പുളിയമല ലോക്കൽ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. നമുക്ക് ചെയ്യാൻ இந்த மத்திய மூத்த புளியம்பை என்ற ஒரு குரூப்பின் இந்த பிரதேச யோகத்தின் அத்தியட்சன் மன்னன்குடி கிராம பஞ்சாயத்தின் வார்டு மெம்பர் செல்வி சேகர் அவர்களே, இந்த யோகம் உள்காரம் செய்த உறுதிமொழி எக்ஸைஸ் ஆபீசர் விஜயகுமார் சார் அவர்களே, இந்த யோகத்தில் அபிநந்தன் அர்ப்பித்த புளியம்பை லோக்கல் செக்ரட்டரி என் ராஜேந்திரன். ஒரு நபர் 7 நாள் வேலை செய்துட்டு வந்தால் டெய்லியும் 150, 200 என்ற ஒரு சூழ்நிலையில் என்னுடைய வீட்டின் சுற்றும் ஏறக்குறைய 5000 பேர்
மத்திய விற்பனை கச்சவடம் நடத்தி கொண்டிருக்கின்ற சூழ்நிலையில் அவர்களுடைய குடும்பத்திற்கு அவர்களுடைய குழந்தைகளுக்கு படிப்பு செலவிற்கும் சாப்பாடு துணிமணி செலவிற்கும் உள்ள வார சம்பளத்தை மத்திய கடையில் பண்டு என்னுடைய அப்புறமாக சின்ன வயதில் அதாவது பலசரக்கு கடையிலும் சாய கடையில் மட்டுமே பற்று வைக்கக்கூடிய ஒரு சூழ்நிலை இருந்தது. அப்படி இருந்த சூழ்நிலையில் அவர்களுடைய குடும்பத்தை நல்ல முறையில் பேணி பாதுகாப்பதற்காக நடத்தக்கூடிய சம்பவம் அன்று. இன்று மத்திய விற்பனையாளர்களுக்கு இந்த பற்று கொடுத்து கணக்கு தீர்க்க வேண்டிய ஒரு சூழ்நிலையில் புளியமலை ஸ்கூல் நாட்டில் இருக்கக்கூடிய ஓரோ தாய்மார்களும் சகோதரிகளும் இன்று செயல்பட்டுக் கொண்டிருக்கிறார்கள் என்பதை நான் வருத்தத்தோடு தெரியப்பட்டுக் கொள்கிறேன். இனியும் அம்பர்மேடு கண்காட்சி பாடத்திலிருந்து உறுப்பினர்கள் சேர்க்க வேண்டும். நமக்கு நல்ல ஒரு புளியமலை என்ற ஒரு சூழ்நிலையை நாம் வலுத்தெடுக்க வேண்டும் என்பது என்னுடைய ஒரு நம்பிக்கையான ஒரு விமர்சனம். அதிலும் என்னுடைய சகோதரர்களாக இருக்கக்கூடிய ஓட்டோ ஸ்டாண்டில் இருக்கக்கூடிய நண்பர்கள் எல்லாரையும் நான் குற்றப்படுத்த விரும்பவில்லை. அதில் ஒன்றோ இரண்டோ 3 பேர்கள் அது ஒரு பெரிய ஒரு பிசினஸ் ஆகவே செய்து கொண்டிருக்கக்கூடிய ஒரு சூழ்நிலையை நான் தெரிந்தேன். இந்த ஒரு எதிர்ப்பு சமரம் நீங்கள் நல்ல ஒரு முறையில் உங்களுக்கும் குடும்பங்கள் குழந்தைகள் உள்ளது, நீங்கள் அந்த ஒரு சூழ்நிலையை பார்த்து வருங்கால தலைமுறை நல்ல முறையில் வர வேண்டும் என்ற ஒரு நம்பிக்கையோடு அனைவரும் செயல்பட வேண்டும். அதில் ட்ரேட் யூனியன்கள் சிஐடி, ஐஎன்டிசி, ஏஐடிசி உள்ள பிரதிநிதிகள் ஓட்டர் ஸ்டாண்டில் உள்ளார்கள். நீங்கள் நல்ல ஒரு ஓட்டர் ஸ்டாண்டின் பிரதிநிதிகளாக வர வேண்டும் என்பது என்னுடைய ஒரு குறிக்கோள். ഈ സമരസമിതി രൂപീകരിച്ചതിന്റെ ആദ്യ ഉദ്ദേശം ഇങ്ങനെ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയി വളരെ മാന്യമായി സൗഹൃദമായി സമാധാനപരമായി ഈ നാട്ടിൽ നിൽക്കുന്ന ആളുകളുടെ കാര്യങ്ങളുടെ നിർത്തണം എന്നുള്ളത് ആവശ്യപ്പെടുക എന്നുള്ളതാണ് സമരസമിതിയുടെ ആദ്യ തീരുമാനമായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ പോയി മദ്യം വിൽക്കുന്നതെന്ന് തോന്നുന്ന ആളുകളോട് സംസാരിച്ചു. അപ്പൊ ആദ്യഘട്ടം എന്ന നിലയിൽ അത്തരത്തിലുള്ള പരിപാടികളെല്ലാം നടന്നിട്ടുണ്ട്. അതിനുശേഷം വിപുലമായ രീതിയിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയും വളരെയധികം ആളുകൾ ജനതയുടെ പെട്ടെന്ന് അവസാനിപ്പിച്ചുള്ള അന്ന് കുടുംബശ്രീ അതിന്റെ പേരിൽ പ്രത്യേകമായി ഏൽപ്പിക്കുകയാണ്. കാരണം ഒരു 600ഓളം ആളുകൾ സംഘടിച്ചു മദ്യ നിരോധന സമിതി എന്ന രീതിയിൽ സംഘടിച്ചു പറയുമ്പോൾ പുളിയമലയിലെ പ്രത്യേകിച്ച് സ്കൂൾ മേഖലക്കുള്ള 3-ാം വാർഡ് അടക്കമുള്ള അവിടുത്തെ ആളുകൾ, അവിടുത്തെ സ്ത്രീജനങ്ങൾ ഈ മദ്യവുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രതിരോധ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ കടന്നു ഇപ്പോഴും ഇവിടെ നിന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ സമയത്തെ വിനിയോഗപ്പെടുത്തുകയാണ്. ലഹരി മുക്ത പുളിയമല എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച 3-ാം വാർഡ് മെമ്പർ ശെൽവി ശേഖർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഉടുമ്പൻചോല എക്സൈസ് SI വിജയകുമാർ സാർ, പുളിയമല ലോക്കൽ സെക്രട്ടറി സഖാവ് രാജേന്ദ്രൻ, മുൻ മെമ്പർ ജഗദീശൻ ആറോളം, നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിജയ് ജോസഫ്, ADSന്റെ പ്രസിഡന്റ് സുമാൻ അമ്മൻ, മല്യാകൃഷ്ണൻ, ADS സെക്രട്ടറി രാജീവ് സിജു, പ്രിയപ്പെട്ട എല്ലാ സംഘത്തിന്റെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, അംഗങ്ങളെ, ലഹരി എന്ന് പറഞ്ഞ് നമ്മൾ മുദ്രാവാക്യം ബന്ധിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം നടത്തുന്നത് നമ്മുടെ പ്രദേശത്ത് ഓട്ടോയിലും, എല്ലാ ഓട്ടോയിലുമല്ല, ചില ഓട്ടോയിലും വീടുകളിലും അനന്തമായി മദ്യം നടത്തുകയാണ്. ഇതുമൂലം സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ യോഗത്തിന് അധ്യക്ഷത ശെൽവി ശേഖറിന് എന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ഉടുമ്പൻചോല എക്സൈസ് SI വിജയകുമാർ സാറിന് എന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ യോഗത്തിൽ സംസാരിച്ച CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അടുത്തതായി സംസാരിച്ച നമ്മുടെ മുൻ മെമ്പർ ജഗദീശൻ ആർഗോട്ടിലെ എന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ്
കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിജയ ജോസഫിന് എന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. CDSന്റെ നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി മരിയ കൃഷ്ണന് എന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ADSന്റെ പ്രസിഡന്റ് സുമാർ തമ്പുരാൻ എന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. ADS സെക്രട്ടറി രാജേഷിന് എന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും നന്ദി അറിയിക്കുന്നു. ഇവിടെ ഈ പരിപാടിയിൽ ഈ റാലിയിലും പൊതുയോഗത്തിലും പങ്കെടുത്ത എല്ലാ കുടുംബശ്രീ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് യൂട്യൂബ് ചാനലിലൂടെ ഈ പരിപാടി അറിയിക്കുന്ന നമ്മുടെ സുരേഷ് ചേട്ടന് എന്റെ വീട്ടിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും പേരിലും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ അവർക്കും ഈ യോഗത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ